ഇന്ന് ഉച്ചയ്ക്ക് ഊണിനായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കരിവാട് കറി വെക്കാമെന്ന് വെച്ചു കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രോസൺ മത്തിയുണ്ട്, അത് ഫ്രൈ ചെയ്യാമെന്നും വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം കഴുകി സെറ്റാക്കിയതിന് ശേഷം കറി വയ്ക്കാമെന്ന് വെച്ചു. ഞാൻ ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ അത് എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം കരിവാട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പ് അംശമൊക്കെ അതിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയുള്ള കൂട്ട് ചേർക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് വന്നിട്ട് ഡ്രൈ കോക്കനട്ട് ആണ് കേട്ടോ. ഇതൊരു പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിതൊരു ബോക്സിലാക്കി വെച്ചതായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് സവാള, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. ചിലപ്പോൾ മീനിന് ഉപ്പുള്ളതുകൊണ്ട് കറിക്ക് ചിലപ്പോൾ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ അരപ്പെല്ലാം അരച്ച് നന്നായിട്ട് കറിയിലോട്ടിട്ട് നന്നായിട്ട് അത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ മീൻ കുറവാണെങ്കിലും ഇത്രയും സാധനങ്ങൾ അതിലിട്ടത് കൊണ്ട് നല്ല നമുക്ക് കൂട്ട് കാണും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നുപോയത്, ഞാൻ മുരിങ്ങയ്ക്ക ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഫ്രോസൺ ആണ്, അപ്പോൾ ഫ്രോസൺ മുരിങ്ങയ്ക്കയാണ്. അതും ക്ലീൻ ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ മത്തി ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് മസാലയെല്ലാം പുരട്ടി അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ കരുവാട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്, നല്ല തിളയൊക്കെ വന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.